തലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എണ്ണ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മുടി സമൃദ്ധമായി വളരുമെന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ചെടി നട്ടിട്ട് അതിൻ്റെ മൂട്ടിൽ വെള്ളം ഒഴിച്ചാൽ ചെടി സമൃദ്ധമായി വളരുമെന്ന് പറയുന്നത് പോലെ അല്ല കേട്ടോ നമ്മുടെ മുടി വളരുന്നത്. മുടി നന്നായി വളരണമെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ തലയിൽ മാത്രം ഹെയർ കെയർ ചെയ്താൽ പോരട്ടെ. നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ന്യൂട്രിയൻസ് ആണ് മുടി വളരാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മുടിയുടെ ഉള്ളു വർദ്ധിപ്പിക്കുന്നതിനും മുടി സമൃദ്ധമായിട്ട് കട്ടിയായിട്ട് വളരുന്നതിന് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് വൈറ്റമിൻ ഡി ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി തന്നെയാണ്. നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി വേണം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് വൈറ്റമിൻ ഡിക്ക് പ്രാധാന്യം വളരെ ഏറെയാണ്. മുടി കൃത്യമായി വളരുന്നില്ല, പ്രത്യേകിച്ച് ഒരു മാസം മുടി ഇത്ര ശതമാനം വളരണമെന്നുണ്ട് കേട്ടോ. ഇത് കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി വേണം കേട്ടോ. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ മുടിയുടെ ഗ്രോത്ത് കുറയും, മുടി നേർത്തു പോകുന്ന അവസ്ഥയുണ്ടാകും. ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ നോർമൽ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. മാത്രമല്ല വൈറ്റമിൻ ഡി ശരിയായ രീതിയിൽ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ ഹെയർ ഫോളുകൾ തലയിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി നമ്മുടെ ഹെയർ റിലേറ്റഡ് ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഒപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കും.